നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് മനസ്സുകൊണ്ട് ഒട്ടും ആഗ്രഹിച്ചൊരു വീഡിയോ അല്ല. പക്ഷേ ഇപ്പം ചാനലുകൾ തുറന്നാലും യൂട്യൂബ് ചാനലുകൾ തുറന്നാലും അല്ലാതുള്ള നമ്മുടെ TV ചാനലുകൾ തുറന്നാലും ഇത് മാത്രമേ ഉള്ളൂ ഇപ്പം ന്യൂസ്. കാരണം കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ ഈ വാർത്തകൾ മാത്രമേ ഉള്ളല്ലോ. എന്തായാലും എനിക്കിന്ന് വളരെ എടുത്തു പറയാനുള്ളൊരു കാര്യം, അത് നമ്മളും ഈ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമിൽ ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഓൺലൈനിലും ഉള്ളതുകൊണ്ട് എനിക്കും ഇതിനകത്തൊരു പറയാനൊരു കാരണമുണ്ട്. ഞാൻ ഒരുപാട് ചാനലുകൾ നിങ്ങളുടെ കൂട്ട് തന്നെ ഇരുന്ന് കാണുന്നവരാണ്. നിങ്ങളുടെ കൂട്ട് ചിന്തിക്കുകയും നിങ്ങളുടെ കൂട്ട് ഒരു പക്ഷേ നിങ്ങളോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു അധ്യാപകനാണ് ഞാൻ. കാരണം MS സൊല്യൂഷൻ എന്ന് പറയുന്ന ചാനൽ ഞാൻ 2020 ജൂൺ 5-ാം തീയതിയാണ് വരുന്നത്. കോവിഡിൻ്റെ സമയത്താണ്. കോവിഡിൻ്റെ മൂർധന്യാവസ്ഥയിലാണ് നമ്മൾ ചാനൽ തുടങ്ങുന്നത്. അന്ന് ഈ പറയുന്ന പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനൊന്നുമില്ല. MS സൊല്യൂഷൻ അന്നൊരു വാർത്താ ചാനൽ മാത്രമാണ്. MS സൊല്യൂഷൻ ഒരു വാർത്താ ചാനൽ മാത്രമാണ്. നമ്മൾ ഗിരീഷ് ഫിസിക്സ് പറഞ്ഞാൽ ഫിസിക്സ് മാത്രം കൊടുക്കുന്നൊരു ചാനലാണ്. അന്നത്തെ +1 ഇമ്പ്രൂവ്മെൻറ്റിന് ഫ്രീ ആയിട്ട് ഫുൾ ഇത് കൊടുക്കുന്നത്. അന്നേരം കുട്ടികൾ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ അന്നേരം പറഞ്ഞു, സാറേ ക്ലാസ്സുകളില്ല, അന്ന് സ്കൂളുകളില്ല, ഒരു ക്ലാസ്സുകളും ഇല്ല, അധ്യാപകർ ആരും ക്ലാസ് എടുക്കുന്നില്ല, അതുകൊണ്ട് ബാക്കിയുള്ള വിഷയങ്ങൾ ഇടാമെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് എല്ലാ കുട്ടികൾക്കും, അന്നുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും, ഈ വീഡിയോ കാണുന്നവർക്ക് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാം. അന്ന് എല്ലാ കുട്ടികൾക്കും അന്ന് നമ്മൾ ഫ്രീ ക്ലാസ്സിൽ എല്ലാ വിഷയത്തിനും കൊടുത്തു. അന്നേരം MS സൊല്യൂഷൻ എന്ന് പറയുന്നത് എനിക്ക് പ്രത്യേകിച്ച് അദ്ദേഹത്തുമായിട്ട് നേരിട്ടുള്ള ഒരു ബന്ധങ്ങളും ഒരു ചാനലുമായിട്ടുള്ളവരായിട്ടും നമുക്കില്ല. അതുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നതിനകത്ത് എനിക്ക് ഒരു പ്രശ്നമില്ല. അന്ന് അദ്ദേഹം ഈ പറഞ്ഞ പോലെ MS സൊല്യൂഷൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ചാനലിനകത്ത് ന്യൂസ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് കണ്ടിന്യൂസ് ഇട്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ വീഡിയോസ് എടുത്തിട്ടുണ്ട്, നല്ലതും മോശമായിട്ടൊക്കെ. എന്തായാലും അതിനെയൊന്നും ന്യായീകരിക്കാൻ ഞാനില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ ഇപ്പം നിങ്ങൾ ഈ വീഡിയോ ഞാൻ ഈ പറയുന്ന വീഡിയോ മീഡിയ വണ്ണിനകത്ത് കണ്ടൊരു വീഡിയോ ആണ്. നിങ്ങളൊന്ന് ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ ബാക്കി പറയാം. വിദ്യാഭ്യാസ മന്ത്രി അടക്കം താങ്കളുടെയും അല്ലെങ്കിൽ MS സൊല്യൂഷന്റെ പേര് എടുത്തു പറഞ്ഞാണ് പറഞ്ഞത്. എന്തെങ്കിലും വിഷമം തോന്നുന്നുണ്ടോ? പിന്നെ വിഷമില്ലാതിരിക്കുമോ? കാര്യം എനിക്ക് എന്റെ ഉപ്പയും ഉമ്മയും അടക്കം, എന്റെ സ്വന്തം ജീവൻ അറിയുന്ന ഉപ്പക്കുമ്മക്കൊന്നും ഇപ്പൊ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്കടക്കം. കാര്യം ഞാൻ പേപ്പർ ചോർത്തിയെന്നാണല്ലോ പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നിയമ നടപടിയായിട്ട് സഹകരിക്കാൻ ഞാൻ റെഡിയാണ്. എന്റെ ഇക്കാക്കരെ ഇപ്പൊ ഗൾഫിലുള്ളത് വിളിച്ചിട്ട് ഇങ്ങനെ ഇവിടെ ഉള്ളത് ഫുഡ് കഴിച്ചു ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം എനിക്കിത് സത്യം പറഞ്ഞാൽ ഞാൻ ഉള്ളത് പറയാലോ, ഞാൻ കടൽ തീരത്ത് പോയിരുന്നിട്ടുണ്ട്. ഇത് എങ്ങോട്ടാ പോകുന്നത് എനിക്കറിയില്ല. ഇതിപ്പോ ഞാൻ ഇപ്പൊ 2ാമത്തെ തവണ. കാര്യം എനിക്ക് സത്യം പറഞ്ഞാൽ മെന്റലി പെട്ടെന്ന് ഡിപ്രഷൻ വരും. കാര്യം ഞാൻ ഒരുപാട് കഷ്ടപ്പാട്, എനിക്ക് ജന്മന എന്റെ കാലിനൊരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ആ കാരണത്താൽ ഞാൻ ഈ 21-ാം വയസ്സിൽ ഞാൻ കട്ടുമൊക്കെ എടുക്കുമ്പോൾ എന്റെ ഉമ്മയാണ് എന്നെ ബാത്റൂമിലേക്ക് കൊണ്ടുപോയതൊക്കെ. അത്രക്ക് ടെൻഷനിലൂടെ ഞാൻ പോയിട്ടും എന്നെ നല്ല രീതിയിൽ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്ന ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കർശനമായിട്ട് അന്വേഷിക്കണം. അത് അന്വേഷണം എവിടം വരെ പോവോ അതിന്റെ റിസൾട്ട് എനിക്ക് അറിയണം സാർ. എന്റെ പേരല്ല, എനിക്ക് മറ്റ് യൂട്യൂബ് ചാനലുകളുടെയും ഉള്ളിലേക്ക് കേസ് അന്വേഷണം പോയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് അറിയണം സാർ. ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം, കുറെ കാര്യങ്ങൾ എല്ലാവർക്കും ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഒന്ന്, MS സൊല്യൂഷൻ ചോദ്യ പേപ്പർ ചോർത്തി എന്നുള്ളത് ഇനി ഏത് സമൂഹ മാധ്യമങ്ങളിലും നിറഞ്ഞ് കവിഞ്ഞൊരു വാർത്തയാണ്. ചോദ്യങ്ങൾ ചോർത്തി, അതിന് വിത്ത് എവിഡൻസ് സഹിതം ഓരോരുത്തർ പറയുന്നൊക്കെ ഉണ്ട്, ഒക്കെയാണ്. അന്നേരം വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നുണ്ട്, ഇതിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1 മാസത്തേക്ക് നീണ്ടു നിൽക്കുന്ന അന്വേഷണം. അത് കുറ്റ ആരോപിതനാണ് MS സൊല്യൂഷൻ. ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. കുറ്റ ആരോപിതനാണ്, കുറ്റവാളിയെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. ഞാൻ ചോദിക്കുന്നത്, ഈ ചോദ്യ പേപ്പർ വല്ലോ റേഷൻ കടയിലോ സൂപ്പർ മാർക്കറ്റിലോ വിൽക്കാൻ അംഗീകരിക്കുന്നതാണ്? അല്ലല്ലോ. ഗവൺമെൻറ് ഇടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ക്രിസ്മസിൻ്റെ. ഇനി പബ്ലിക് എക്സാമിൻ്റെ ആയാലും ഗവൺമെൻറ് ഇടുന്നതാണ്. എന്ത് കാര്യമായിട്ട് എത്രയൊക്കെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കുട്ടികൾ കൊടുക്കുന്നത്. അത്രയും എത്തിക്സ് ഉള്ള, അല്ലെങ്കിൽ അത്രയ്ക്ക് ക്രെഡിബിലിറ്റി ഉള്ള സാധനമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അല്ലാതെ ചുമ്മാതെ ഇന്ന് റേഷൻ കടയിൽ ഒരു കിലോ മണ്ണെണ്ണ മേടിക്കുന്ന പോലെ, 1 കിലോ അരി മേടിക്കുന്ന പോലെ മേടിക്കുന്ന സാധനമല്ലല്ലോ ക്വസ്റ്റ്യൻ പേപ്പർ. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു. ഇതിനകത്ത് ഊട്ടയോ വെടവോ ഒന്നും ഉണ്ടായിട്ട് ചോർന്നല്ലോ. ഇതാര് ചോർത്തി ഒരാൾക്ക് കിട്ടി എന്ന് പറയപ്പെടുന്നു. MS സൊല്യൂഷൻ കിട്ടി. ആരാണിത് കൊടുത്തത്? എന്തായാലും വിദ്യാഭ്യാസ വകുപ്പിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും അധ്യാപകരോ കാര്യങ്ങളോ കൊടുക്കാതെ ഈ സാധനം കിട്ടത്തില്ലെന്നുള്ളത് നമ്മുടെ ദൃശ്യത്തിനകത്ത് ജോർജ് കുട്ടിയുടെ ബുദ്ധി വെച്ച് ആലോചിച്ചാലും LKG-ക്കാരൻ്റെ ബുദ്ധി വെച്ച് ആലോചിച്ചാലും മനസ്സിലാവും. ഒരാൾ കൊടുക്കണം, ഒരാൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ. ഒരാൾ കൊടുത്തിട്ടുണ്ട്. അത് ആരാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് കണ്ടുപിടിക്കണം. അതോടൊപ്പം MS സൊല്യൂഷൻ ചോർത്തിയതാണെങ്കിൽ, അദ്ദേഹം പറയുന്നത് പ്രഡിക്ഷൻസ് ആണ്, ചോർത്തിയതാണ് എങ്കിൽ അദ്ദേഹത്തിനെ കുറ്റക്കാരനാണെങ്കിൽ, ഇത് ശ്രദ്ധിക്കണം, കുറ്റക്കാരനാണെങ്കിൽ
എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. കുറ്റക്കാരനല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ പല നീതിന്യായ വ്യവസ്ഥ നമ്മൾ കാണുന്നതാണ്. ഇതൊക്കെ കുറേ കഴിയുമ്പോൾ അങ്ങ് തേഞ്ഞു മാഞ്ഞു പോയിട്ട് പാവം പിടിച്ചവരെയൊക്കെ കയറി അകത്താക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതൊരു ഒരു 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 നീതിയുടെ നടപ്പിലാക്കുന്നതിൻ്റെ ദോഷമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ നീതി ന്യായ വ്യവസ്ഥയൊന്നും വെല്ലുവിളിക്കൊന്നുമല്ല, പലപ്പോഴും നമുക്ക് തോന്നിയേക്കുന്ന സാധാരണപ്പെട്ട പൗരന് തോന്നിക്കുന്ന കാര്യമാണ്. ഉദാഹരണം ഇതേ ഈ വീഡിയോക്കകത്ത് പറഞ്ഞേക്കുന്ന MS സൊല്യൂഷൻ പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട്. MS സൊല്യൂഷനെ ന്യായീകരിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ വീഡിയോ അല്ല, പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ നോക്കി, അദ്ദേഹത്തിനെ രാജ്യദ്രോഹി എന്നും കുറ്റവാളി എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ, MS സൊല്യൂഷനെ പറയുമ്പോൾ, MS സൊല്യൂഷൻ്റെ ഉമ്മ, ബാപ്പ, സഹോദരൻ, അവരുടെ കുടുംബാംഗങ്ങളെല്ലാവരും ഇത് കേൾക്കുകയാണ്. സ്വന്തം മകൻ രാജ്യദ്രോഹിയും കുറ്റവാളിയാവുക എന്ന് പറയുന്നത് അത്രയ്ക്ക് വലിയ തെറ്റാണ്. ചെയ്തത് തെറ്റ് തന്നെയാണ്, പക്ഷെ ചെയ്തത് തെറ്റ് തെളിയിച്ചിട്ടില്ല ഇതുവരെയും. ഞാൻ ഈ വീഡിയോ ഇടുന്നവരെ തെളിയിച്ചിട്ടില്ല, തുടങ്ങുന്നേ ഉള്ള അന്വേഷണം. പിന്നെ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, MS സൊല്യൂഷൻ എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏത് കേസുമായിട്ട് ഞാൻ സഹകരിക്കാൻ തയ്യാറാണ്, എങ്ങും ഒളിച്ചോടിയിട്ടില്ല. അദ്ദേഹം കൃത്യമായിട്ട് വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ കൂടുതൽ ഒരാൾ എങ്ങനെ ചെയ്യും, എങ്ങനെയാണ് അദ്ദേഹം ഒളിച്ചോടി ചൈനയിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ ലണ്ടനിലോ ഒന്നും പോയില്ലല്ലോ. നമ്മുടെ ഇവിടെ തന്നെ നിന്ന് ഇദ്ദേഹം കാര്യങ്ങളെല്ലാം ചാനലുകാർക്ക് എല്ലാം കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കേസ് അന്വേഷണത്തിന് തയ്യാറാണ്, പക്ഷേ തെളിയിക്കണം എന്ന് അദ്ദേഹം പറയുമ്പോൾ തെളിയിക്കേണ്ട ചുമതല അതുവരെയും നമുക്കും അതിനെക്കുറിച്ച് പറയാൻ ഇതില്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് വേറെ എല്ലാ ചാനലുകളിലേക്കും അന്വേഷണം, ഞാൻ പറഞ്ഞ എല്ലാ ചാനലിലേക്കും അന്വേഷണം നടത്തണം. അത് ചെറുതെന്നോ വലുതെന്നോ അല്ല, ഇത് വലിയ മീനാണെങ്കിലും ചെറിയ മീനാണെങ്കിലും തെറ്റ് ചെയ്തവരെല്ലാവരും ശിക്ഷിക്കപ്പെടണം. അത് ഒരാളിലേക്ക് ഒതുങ്ങരുത്. ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്, പക്ഷേ കുറ്റാരോപിതനെ അങ്ങ് വളരെ മോശമായി ചിത്രീകരിക്കുന്നത് സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അതൊരു വിഷമിച്ചൊരു വീഡിയോ ആയിപ്പോയി. ഇനി ആര് ഈ വീഡിയോ കണ്ടിട്ട് ഗിരീഷ് സാറിനെതിരെ പറഞ്ഞു പോയാലും ഞാൻ MS സൊല്യൂഷൻ ലാസ്റ്റ് പറഞ്ഞ ആ വാക്ക് എനിക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം ആരോപിതനായിട്ടുള്ള ആളെ കുറ്റവാളിയാക്കി അങ്ങ് ചാർത്തി രാജദ്രോഹിയാക്കി മാറ്റുന്നത് മോശമായ കാര്യം തന്നെ. അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. അദ്ദേഹം കുറ്റവാളിയാണെന്ന് തെളിയിക്കുന്ന നിമിഷം കുറ്റവാളി തന്നെ, പക്ഷേ അതുവരെ അദ്ദേഹം കുറ്റവാളിയല്ല. തെളിയിക്കട്ടെ. പക്ഷേ ഇത് മുതലെടുക്കുന്ന എനിക്ക് തോന്നി ഇത് മുതലെടുക്കുന്ന ഒരുപാട് പേരുണ്ട്. എഡ്യൂക്കേഷൻ ചാനൽ പലരും ഇതിനെക്കുറിച്ച് വീഡിയോ തന്നെ, നമ്മൾ എഡ്യൂക്കേഷൻ ചാനൽ നിൽക്കുന്നത് പറയണം. എഡ്യൂക്കേഷൻ ചാനലിൽ തന്നെ ഒരുപാട് പേരുണ്ട്. അതിന് ഞാൻ പേരെടുത്ത് പറയുന്നൊന്നുമില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴത്തെ കുട്ടികൾ പഠിക്കുന്നതിൻ്റെ വിഷയമൊക്കെ പോകട്ടെ, നല്ല കിടിലം ബുദ്ധിയുള്ള പിള്ളേരാണ് ഇപ്പോഴത്തെ കുട്ടികൾ. ന്യൂ ജനറേഷൻ പിള്ളേരെന്നൊക്കെ പറഞ്ഞ കളിയാക്കിയാലും കിടിലം ബുദ്ധിയുള്ള പിള്ളേരാണ്. ഇവർക്കറിയാം ആരൊക്കെയാണ് തെറ്റുകാർ, ആരൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ കളികളാണ് ഇവിടെ നടക്കുന്നതെന്ന്. അവർക്ക് രാഷ്ട്രീയവും മതമൊന്നും ഇല്ലാതെ നല്ല കിട്ടില്ല. രാഷ്ട്രീയ മതമൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്കില്ല. അത് ഞാൻ കാണുന്ന ഏറ്റവും വലിയ പോസിറ്റീവാണ് ഇപ്പോഴത്തെ കുട്ടികൾ. പക്ഷേ മൂളയുള്ള പിള്ളേർ തന്നെയാണ്. അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഒരാൾ പോലും. കാരണം അവർക്കറിയാം വ്യക്തമായിട്ട് ഇതിനകത്ത് എന്തൊക്കെ കളികൾ നടക്കുന്നുണ്ടോ. അന്നേരം നിങ്ങളുടെ കൂട്ട് എനിക്കും അതുപോലുള്ള സംശയങ്ങൾ ആർക്കായാലും ഉണ്ടാകുന്ന പോലെ ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊന്നും വേറൊരാളെക്കുറിച്ചും ഞാൻ പറയുന്നില്ല. MS സൊല്യൂഷൻ പേരെടുത്ത് പറയാൻ പോലും ഞാൻ ആഗ്രഹിച്ചതല്ല. പക്ഷേ ഈ വീഡിയോ കണ്ടപ്പോൾ പറയണമെന്ന് പറഞ്ഞാൽ ഒരു രാജ്യദ്രോഹ കുറ്റവാളി എന്ന് പറയുമ്പം വിത്ത് എവിഡൻസ് പ്രൂവ് ചെയ്യണം. അന്ന് നമ്മൾ സമ്മതിക്കും, ഓക്കെ. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബമാണ് തകരുന്നത്. അതിന് പകരം വെക്കാൻ ചിലപ്പോൾ നമുക്കൊന്നും കാണത്തില്ല. ചുമ്മാ ഒരു ആരോപണങ്ങളുടെ പേരിൽ ഇപ്പം നമ്മൾ കുറേ ക്വസ്റ്റ്യൻസൊക്കെ എടുത്തിട്ടിട്ട് ഈ ക്വസ്റ്റ്യൻസൊക്കെ വന്നു, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വന്നു. ഞാൻ ചോദിക്കുന്നത്, ഈ ക്വസ്റ്റ്യൻസ് ചോർത്തി കൊടുത്തവർ വിദ്യാഭ്യാസ വകുപ്പിനകത്തോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ അതിനകത്തുള്ള അധ്യാപകരൊക്കെ തന്നെയാണ്. അവരെയും പുറത്തു കൊണ്ടുവരണം. ഇനി ഇതെല്ലാം വേറെ രീതിയിലാണ് അദ്ദേഹം പ്രഡിക്ഷൻ നടത്തിയാണെന്നൊക്കെ അദ്ദേഹം പറയുന്നത് തെളിയിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ അയ്യോ സോറി ഞാൻ കുറ്റവാളി അല്ലെന്ന് പറഞ്ഞത് ഞാനങ്ങ് തിരുത്തി എന്ന് പറഞ്ഞാൽ അന്ന് ഇദ്ദേഹത്തിൻ്റെ ബാപ്പയും ഉമ്മയും സഹോദരങ്ങളും കുടുംബാംഗങ്ങളും അനുഭവിച്ച വിഷമം തിരിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. അന്നേരം വാക്കുകൾ ഉപയോഗിക്കുമ്പോഴും നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഒരാളെ അങ്ങ് തീർത്തും അങ്ങ് മോശമാക്കുമ്പോൾ അത് ആ ഫാമിലി അനുഭവിക്കുന്ന വിഷമങ്ങളോട് നമ്മൾ കാണണം. എന്തായാലും ഇത് ഒരാൾക്ക് അനുകൂലമല്ല. ഞാൻ ഈ വീഡിയോ നിർത്തുന്നത് ഇങ്ങനെയാണ്, ഏത് ചെറിയ കുറ്റമോ വലിയ കുറ്റമോ ആര് ചെയ്താലും അവർ ശിക്ഷിക്കപ്പെടണം. അത് നിയമത്തിൻ്റെ വ്യവസ്ഥ തന്നെയാണ്. പക്ഷെ ശിക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ ആർക്കും ലോകത്തൊരാൾക്കും അയാളെ കുറ്റവാളി എന്ന് പറയാനോ അയാളെ കല്ലെറിയാനോ പാടുള്ളതല്ല.
അതും നമ്മുടെ നിയമവ്യവസ്ഥയിലുള്ള കാര്യം തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഈ കുട്ടികൾ വീഡിയോ കാണുന്നവർ കൃത്യമായിട്ട് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരാളുടെയും പക്ഷത്ത് നിന്ന് സംസാരിച്ചല്ല, എനിക്ക് കണ്ടപ്പോൾ കുറേ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് കണ്ടപ്പോൾ തോന്നിയൊരു രീതിയാണ്. ഇതൊന്നും അറിയാത്തൊരു പുലബന്ധം പോലും ഇല്ലാത്തൊരു വീഡിയോ ചെയ്ത് ഓരോന്നൊക്കെ പറയുന്നുണ്ട്. അതിനോടൊന്നും ഞാനൊന്നും പറയുന്നില്ല, കാരണം ഓരോരുത്തർക്കും ഇഷ്ടമാണ്, ഓരോരുത്തർ ഇഷ്ടമാണ്. എന്നാലും ഒരു എഡ്യൂക്കേഷൻ ചാനലൊരു വീഡിയോ ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഇത് പറയണമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. എന്തായാലും തെളിയട്ടെ എത്രയും പെട്ടെന്ന്. വീഡിയോ നിർത്തുന്നു. നെവർ എവർ ഗീവ് അപ്പ്.